രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല പ്രധാനമന്ത്രി പദവി കൈകാര്യം ചെയ്തു എന്ന് പറയുന്നതിലും നല്ലത് ഇന്ത്യൻ എക്കണോമിയെ വളർത്തിയെടുത്തതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു പ്രധാനമന്ത്രി. കഴിഞ്ഞ ദിവസം നമ്മെ വിട്ടുപിരിഞ്ഞ മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ്. ഇന്ത്യൻ ഇക്കണോമിയിൽ ഇതിനു മുൻപ് ഇതുപോലൊരു മാറ്റം കൊണ്ടുവരാൻ ഒരുപക്ഷെ ഒരു പ്രധാനമന്ത്രിക്കും സാധിച്ചു കാണില്ല. ഇനി അങ്ങോട്ട് സാധിക്കുമോ എന്നുള്ളതും ഒരു സംശയം തന്നെയാണ്. അത്രയും നേട്ടം കൈവരിക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് പഴികളും കുറ്റങ്ങളും കേട്ട ഒരു പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇതിനു മുമ്പ് ഇന്ത്യ കണ്ട ഏറ്റവും നല്ലൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, PV നരസിംഹറാവു. അദ്ദേഹത്തെ പോലെ മറ്റൊരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഒരുപക്ഷെ ഉണ്ടായി കാണില്ല. PV നരസിംഹറാവുവിന്റെ സംഭാവനയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. ആരായിരുന്നു ഈ മൻമോഹൻ സിംഗ്? പ്രധാനമന്ത്രി പദവിയിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപ് നൽകിയ അവസാനത്തെ പത്രസമ്മേളനത്തിൽ 100ഓളം മാധ്യമപ്രവർത്തകരുടെ 62 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയ ഒരു പ്രധാനമന്ത്രി. അന്ന് ആ കൂട്ടത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ച ഒരു ചോദ്യത്തിന് ചെറുപുഞ്ചിരിയോടെ നേരിട്ടൊരു പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. ചോദ്യം ഇതായിരുന്നു: സ്വന്തം മന്ത്രിമാരെ പോലും ഭരിക്കാനും നിയന്ത്രിക്കാനും ശേഷിയില്ലാത്ത ഒരു പ്രധാനമന്ത്രി, നിർണായക ഘട്ടങ്ങളിൽ പോലും ഉചിതമായ തീരുമാനം കൈക്കൊള്ളാൻ സാധിക്കാത്ത ഒരു പ്രധാനമന്ത്രി, ഇതിനെ എങ്ങനെ താങ്കൾ കാണുന്നു എന്നുള്ളത്. ഒരു ദേശീയ മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിൽ അദ്ദേഹം നൽകിയ മറുപടി ഇതായിരുന്നു: നിങ്ങൾ മാധ്യമ പ്രവർത്തകരെക്കാളും പാർലമെന്റിലെ പാർട്ടി പ്രതിനിധികളെക്കാളും ഒരിക്കൽ ചരിത്രം എന്നോട് ദയ കാണിക്കുമെന്ന്. ഞാൻ സത്യസന്ധമായി തന്നെ അത് വിശ്വസിക്കുന്നു. അത്രയും എളിമയുള്ള ഒരു പ്രധാനമന്ത്രി ആയിരുന്നു അദ്ദേഹം. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെ ഭയക്കുന്നവരുടെ ഈ ഒരു കാലത്ത് 62 ചോദ്യങ്ങൾക്കും മറുപടി നൽകി അവസാനത്തെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചിറങ്ങിയ ആ മനുഷ്യനെ തിരിച്ചറിയാൻ ഒരുപക്ഷെ കാലം ഒരുപാട് വൈകി കാണും. അതോ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചപ്പോഴാണോ അദ്ദേഹത്തിനെ ഏവരും ഓർത്തത്? ആരായിരുന്നു യഥാർത്ഥത്തിൽ മൻമോഹൻ സിംഗ്? വിശദമാക്കാം. ഏവർക്കും ടോക്ക് സ്പേസിലേക്ക് സ്വാഗതം. നവസാമ്പത്തിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മറ്റാരെയും ആകില്ല, മൻമോഹൻ സിംഗിനെ ആയിരിക്കും. ലോകം വലിയ സാമ്പത്തിക മാന്ദ്യം അനുഭവിച്ച ആ ഒരു സമയത്ത് ഇന്ത്യ പിടിച്ചു വെച്ച ഒരാളാണ് അദ്ദേഹം. തന്റെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് മനസ്സിലാക്കി, രാജ്യത്തിന്റെ സമ്പദ്ഘടന മനസ്സിലാക്കി, രാജ്യത്തിന്റെ പ്രതിസന്ധികളും അല്ലെങ്കിൽ സാധ്യതകളും മനസ്സിലാക്കി രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ശേഷി ഉണ്ടായിരുന്ന ഒരു പ്രധാനമന്ത്രി ആയിരുന്നു മൻമോഹൻ സിംഗ്. പക്ഷെ ഒരുപാട് വേട്ടയാടപ്പെട്ട ഒരു പ്രധാനമന്ത്രി കൂടിയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി ആയിരുന്ന കാലം അദ്ദേഹം 18 മണിക്കൂറോളം ജോലി ചെയ്തിരുന്നു. 10 വർഷത്തെ കാലാവധിയിൽ ബൈപ്പാസ് സർജറിക്ക് അല്ലാതെ അദ്ദേഹം ഒരു ദിവസം പോലും അവധി എടുത്തിരുന്നില്ല. ഒരു ദിവസം ശരാശരി 300 ഫയലുകൾ തീർപ്പ് കൽപ്പിച്ച ഒരു പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ്. പക്ഷേ ജനം അദ്ദേഹത്തെ മനസ്സിലാക്കാൻ ഒരുപാട് വൈകി. ഒരു തിരഞ്ഞെടുപ്പിനെയും നേരിടാതെ ഇന്ത്യ ഭരിച്ച ആദ്യ പ്രധാനമന്ത്രിയെ ആയിരുന്നു അദ്ദേഹം. നെഹ്റുവിന് ശേഷവും കാലാവധി മുഴുവിച്ച 2ാം വട്ടവും അധികാരത്തിൽ വരുന്ന പ്രധാനമന്ത്രി. PV നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ധനകാര്യമന്ത്രിയായി തുടക്കം കുറിച്ചു. ഇന്ത്യ ഭരിച്ച പലരുടെയും സാമ്പത്തിക ഉപദേശകനായുള്ള പട്ടം ചൂടിയ സാമ്പത്തിക വിദഗ്ധൻ. 1976 മുതൽ 80 വരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ, അതിനുശേഷം റിസർവ് ബാങ്ക് ഗവർണർ. ഈ വിശേഷണങ്ങൾക്ക് പുറമെ ഇന്ത്യ മഹാരാജ്യത്ത് മൻമോഹൻ സിംഗിന്റെ ഒരു കയ്യൊപ്പ് ഉണ്ട്. പക്ഷേ ജനം അദ്ദേഹത്തെ വാഴ്ത്തി പാടിയത് അല്ലെങ്കിൽ പരിഹസിച്ചത് സോണിയാഗാന്ധിയുടെ കീ തിരിക്കുന്ന പാവ എന്നായിരുന്നു. അദ്ദേഹത്തെ അവഹേളിച്ചവരും കുത്തി നോവിച്ചവരും ഇന്ന് ഒരു പക്ഷേ പശ്ചാത്തപിക്കുന്നുണ്ടാകും. കാലം അത് തെളിയിച്ചു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തിക സാമൂഹിക നയതന്ത്ര കണക്കുകളെ പൊളിച്ചടക്കി മാറ്റി എഴുതിയ സാമ്പത്തിക വിദഗ്ധൻ. ഇങ്ങനെ ആയിരിക്കും അദ്ദേഹം എന്നും ചരിത്രത്തിൽ ഇടം നേടുക. പേരിനോ പ്രശസ്തിക്കോ വേണ്ടി ഇക്കാലം അത്രയും ഒന്നും ചെയ്യാതിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റെ. സർക്കാർ ചെയ്യുന്ന ഒരു കാര്യവും തന്റെ പേരിൽ അറിയപ്പെടരുത് എന്ന് നിർബന്ധമുണ്ടായിരുന്നു ആ ഒരു പ്രധാനമന്ത്രിക്ക്. പക്ഷേ എന്തുകൊണ്ടായിരുന്നു മൻമോഹൻ സിംഗ് എന്ന വ്യക്തിയുടെ പരാജയം സംഭവിച്ചത്? അദ്ദേഹം ഒരു പക്കാ രാഷ്ട്രീയക്കാരൻ ആയിരുന്നില്ല എന്നതാണ് സത്യം. ജനങ്ങളെ കയ്യിലെടുക്കുന്ന വിദ്യ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പഴകി വന്ന ശീലങ്ങളും അതുപോലെ രീതികളും
അദ്ദേഹം ചെയ്തിരുന്നില്ല. പകരം എന്ത് ചെയ്തു? തന്റേതായുള്ള രീതിയിൽ മുന്നോട്ട് പോയി. മാധ്യമവും പാർലമെന്റ് അംഗങ്ങളുടെയും വായ മൂടിക്കെട്ടാൻ അറിയാത്ത നിഷ്കളങ്കനായ ഒരു പ്രധാനമന്ത്രി. അതായിരുന്നു അദ്ദേഹത്തിന്റെ പരാജയവും എല്ലാം. ആ പരാജയത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: അദ്ദേഹം ഒരിക്കലും അധികാരമോഹിയായ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നില്ല എന്നുള്ളത്. അതുപോലെ താൻ ഒരു ജനകീയ നേതാവാണെന്ന് വരുത്തി കൂട്ടാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നില്ല എവിടെയും. അതുകൊണ്ട് തന്നെ ജനം അദ്ദേഹത്തിന്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞതുമില്ല. നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി കൂപ്പുകുത്തിയ അവസ്ഥയിലായിരുന്നു. അന്ന് സ്വന്തം പാർട്ടിക്കാരൻ പോലും അല്ലായിരുന്നിട്ടും ഡോക്ടർ സിംഗിനെ ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയാക്കി മാറ്റി. അതിനുശേഷമാണ് മൻമോഹൻ സിംഗ് പാർലമെന്ററി അംഗമാകുന്നത് പോലും. അന്ന് നരസിംഹറാവുവിന് ഒരുപാട് ചോദ്യങ്ങളും അല്ലെങ്കിൽ വെല്ലുവിളികളും കേൾക്കേണ്ടി വന്നിരുന്നു. പക്ഷേ എന്തൊക്കെ സംഭവിച്ചിട്ടും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ കൈകാര്യം ചെയ്യാൻ റാവു സിംഗിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നരസിംഹറാവു എന്ന ആ വലിയ മനുഷ്യന് ഉറപ്പുണ്ടാകും ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ തിരിച്ചു പിടിക്കാൻ സിംഗിനല്ലാതെ മറ്റാർക്കും സാധിക്കില്ല എന്നുള്ളത്. എന്നാൽ രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത ഒരു ധനതന്ത്രജ്ഞന് രാജ്യത്തെ സുപ്രധാന പദവി നൽകിയത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് വരെ അന്ന് വിമർശനമുയർന്നിരുന്നു. ആഗോളതല വക്താവായിരിക്കെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ചും അല്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയെയും എല്ലാം കൊണ്ടുവരാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ജനത്തെ എക്കാലവും ഓർത്തു തന്നെയായിരുന്നു. പക്ഷെ എന്നിട്ടും ആരും അത് തിരിച്ചറിഞ്ഞില്ല. ഒരുപാട് രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ തന്നെയാണ് മൻമോഹൻ സിംഗിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള ഒരു കാൽവെപ്പുണ്ടായിരുന്നു. അതിനുള്ള ഒരു കാരണം സോണിയാഗാന്ധി ആയിരുന്നു. UPA സർക്കാരിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആദ്യ നിർദ്ദേശം ഉണ്ടായിരുന്നത് സോണിയാഗാന്ധി ആയിരുന്നു. എന്നാൽ ഒരു വിദേശ വനിത രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനം കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള BJPയുടെ വൻ പ്രതിഷേധത്തിനൊടുവിലാണ് സോണിയ തന്റെ ഏറ്റവും വലിയ വിശ്വസ്തനായിരുന്ന മൻമോഹൻ സിംഗിനെ ആ സ്ഥാനം കൈമാറുകയുണ്ടായത്. ഇത് തന്നെ അദ്ദേഹത്തെ ജനം കൂടുതൽ വിമർശിക്കാനും പ്രതിപക്ഷ പരിഹാസങ്ങൾക്ക് കാരണമാകുകയും ഉണ്ടായി. ഒരുപാട് വെല്ലുവിളികളും പരിഹാസങ്ങളും നിറഞ്ഞൊരു പ്രധാനമന്ത്രി കാലയളവായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പക്ഷേ എത്ര വിമർശനങ്ങളും പരിഹാസങ്ങളും വന്നിട്ടും അതിലൊന്നും നീരസം അദ്ദേഹം കാണിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ആക്ഷേപങ്ങൾക്കോ വിമർശനങ്ങൾക്കോ യാതൊരു മറുപടി നൽകാനും മൻമോഹൻ സിംഗ് തയ്യാറായിരുന്നില്ല. 2 വട്ടം പ്രധാനമന്ത്രി പട്ടം ചൂടിയപ്പോഴും രാജ്യത്തിന്റെ ജനസേവകൻ എന്നറിയപ്പെടുന്നതിലും അദ്ദേഹം തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ ആഗ്രഹിച്ചത് രാജ്യത്തിന്റെ എക്കണോമിസ്റ്റ് എന്നായിരുന്നു. രാജ്യത്തിന്റെ ഇക്കണോമി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യം മാത്രമേ അന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അത് അദ്ദേഹം കൃത്യമായിട്ട് നിർവഹിക്കുകയും ചെയ്തു. കളിയാക്കിയവർക്കും വിമർശിച്ചവരെയും നിശബ്ദനായി മൂടിക്കെട്ടി. പാർട്ടിക്കകത്ത് മറ്റു നേതാക്കന്മാർ അദ്ദേഹത്തിനെതിരെ നിയന്ത്രണം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴും അതിലൊന്നും കീഴടങ്ങാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. എന്നിരുന്നാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സാമ്പത്തിക ചരിത്രത്തിൽ മൻമോഹൻ സിംഗിന്റെ സംഭാവനകൾ സുവർണ ലിപികളിൽ എഴുതി ചേർക്കും. അതിന് യാതൊരു സംശയവുമില്ല. വീഡിയോ ഇഷ്ടമായി ഈ ചാനൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.